കേൾക്കാം. अस्तु आरम्भं कुर्मः। विष्णुसहस्रनामपठनम्। अद्य 28तमं श्लोकं पठामः। 28 श्लोकम्। वृषाही वृषभः विष्णु वृषपर्वा वृषोदर वर्धन वर्धमान च विविक्त श्रुतिसागर വൃഷാഹി അത് കഴിഞ്ഞിട്ട് വൃഷഭ എന്നാണ്. അത് വൃഷഭ എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് വൃഷഭോ എന്നാവും. വൃഷാഹി വൃഷഭോ അടുത്തത് വിഷ്ണു വിസർഗാണ്. വൃഷാഹി വൃഷഭോ വിഷ്ണു. വൃഷാഹി വൃഷഭോ വിഷ്ണു. വൃഷാഹി വൃഷഭോ വിഷ്ണു. പിന്നെ വൃഷപർവ വൃഷോദര വൃഷപർവ വൃഷോദര വൃഷപർവ വൃഷോദര. വൃഷാഹി വൃഷഭോ വിഷ്ണു. അവിടെ വിഷ്ണു എന്നുള്ള വിസർഗം അടുത്ത പദമായിട്ട് കൂട്ടി ചെല്ലുന്ന സമയത്ത് എന്നായി മാറും. അങ്ങനെ വൃഷാഹി വൃഷഭോ വിഷ്ണുർ വൃഷപർവ വൃഷോദര എന്നാണ് ചൊല്ലി വരിക. അപ്പോ വൃഷാഹി വൃഷഭോ വിഷ്ണുർ വൃഷപർവ വൃഷോദര. പിന്നെ വർധന ആ വർധന എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് വർധനോ എന്ന് ഉച്ചരിക്കും. വർധനോ അവിടെ വർദ്ധ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞിട്ട് ദകാരമുണ്ട് ധകാരമുണ്ട്. വർധന അത് വർധനോ എന്നാവും. അടുത്തത് വർദ്ധമാന വർദ്ധമാന വിസർഗമുണ്ട്. വിസർഗം കഴിഞ്ഞിട്ട് ച എന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വർദ്ധമാന എന്നുള്ള വിസർഗം ശകാരായിട്ടാണ് മാറുക. വർദ്ധമാനശ്ച വർദ്ധമാനശ്ച വർദ്ധനോ വർദ്ധമാനശ്ച. വർദ്ധനോ വർദ്ധമാനശ്ച. വർദ്ധനോ വർദ്ധമാനശ്ച. പിന്നെ അടുത്തത് വിവിക്ത എന്നാണ്.
വിവിക്ത കീത്ത് ആ വിസർഗവും വിവിക്ത വിവിക്ത. പിന്നെയുള്ളത് ശ്രുതി സാഗര. ശ്രുതി സാഗര. ശ്രു എന്നാണ്, ശകാരാണ്. ശ്രു എന്നാവരുത്, സാന്ന് വരരുത്. ശ്രു ശ്രു ശ്രുതി എന്ന് വരും. സാഗര, ശ്രുതി സാഗര. ഈ വിവിക്ത എന്നുള്ളതും ശ്രുതി സാഗര എന്നുള്ളതും കൂടുമ്പോ ആ വിവിക്ത എന്നുള്ള വിസർഗം സകാരായിട്ട്, അല്ല പിന്നെ ശകാരായിട്ട്, ആദ്യം സകാരാവും പിന്നെ ശകാരാവും, എന്നിട്ട് ശ്രുതി എന്നുള്ളതിന്റെ കൂടെ ഇരട്ടിച്ച് വരും. വിവിക്ത ശ്രുതി സാഗര എന്നായി മാറും. വിവിക്ത ശ്രുതി സാഗര. വിവിക്ത ശ്രുതി സാഗര. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. വൃഷാഹി രൂപ വരുന്നതുകൊണ്ടാണ് ചതുർത്ഥി വരിക. പിന്നെ എന്ന് വരും. ഋഷബ്ദത്തിന് എന്നൊക്കെ രൂപത്തില് വളരെയധികം പ്രകടനത്തോടുകൂടിയാണ്. ഈ ഭാവങ്ങളൊക്കെ ഭക്തരെ അവരുടെ അനുഷ്ഠിക്കുന്നതായിരിക്കും. അവർ കർമ്മം കാരണം ഈ സാധാരണ ഈ പകല് എങ്ങനെയാണോ പ്രകാശം ഉണ്ടാവുക, അതേ തന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു ഭക്ത പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങൾ സുരേന്ദ്രൻജി പറയൂ. കട്ടായി പോയി. എന്റെ നെറ്റിന്റെ പ്രശ്നം, അത് നിങ്ങൾക്കും അതുപോലെയാണോ കേൾക്കുന്നത്? അല്ല, ഹരിയേട്ടൻ ലെഫ്റ്റായി. ഇതിനു മുമ്പ് പറഞ്ഞതും ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെയാണോ നിങ്ങൾക്ക് കേൾക്കുന്നത്? അതെ. എല്ലാവർക്കും നമസ്കാരം. കാര്യമല്ലോ അല്ലെ? ധർമ്മം എന്നർത്ഥം. അപ്പൊ ധർമ്മമായിട്ട് പ്രകാശിക്കുന്ന ആളെന്നൊക്കെ അർത്ഥം വരും. ഭക്തന്മാരെയൊക്കെ സമീപിക്കുന്ന ഭക്തന്മാർക്കൊക്കെ ഒരു
പകല് എങ്ങനെയാണോ പ്രകാശം കൊടുക്കുന്നത് അതേപോലെ പ്രകാശം കൊടുക്കുന്നതൊക്കെയുള്ള അർത്ഥാവും. പിന്നെ അതേപോലെ തന്നെ സമീപിക്കുന്ന ഭക്തന്മാർക്കൊക്കെ പിന്നെ ധർമ്മത്തെ മനസ്സിലാക്കി കൊടുക്കുന്നയാള് എന്നൊക്കെ. പിന്നെ വേറെ ഒരു അർത്ഥം പറയാം, യാഗം, ആ യാഗത്തിന്റെ ദേവതയായിട്ടുള്ള ആള് എന്നൊക്കെ അങ്ങനെ പല. ഈ സാധാരണ കേൾക്കുന്നുണ്ടോ? ആ, സാധാരണയായിട്ട് ഈ പ്രകാശമുള്ളത് സൂര്യൻ, അഗ്നി എന്നൊക്കെ ഉള്ള ആണല്ലോ. ആ അവർക്കൊക്കെ പ്രകാശമായിട്ടുള്ള ആള് ആരാണോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രകാശത്തിന് കാരണം ആരാണോ, ആ ഒരു അർത്ഥം കൂടി ഇതിന് വരുന്നുണ്ട്, വൃഷാഹി എന്നുള്ള അർത്ഥം. അപ്പൊ അവിടെ നാമം വരിക വൃഷാഹിണേ നമ എന്ന് വരും. അടുത്തത് വൃഷഭ എന്നുള്ള അർത്ഥം. അപ്പോ വൃഷശബ്ദത്തിന് ഇപ്പൊ പറഞ്ഞല്ലോ ഈ ധർമ്മം എന്നുള്ളൊരർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അർത്ഥം കിട്ടും. പിന്നെ ധർമ്മം, ആ ധർമ്മം കാരണം ഭാതി, വൃഷ കാരണം ഭാതി, പ്രകാശനം, പ്രകാശിക്കുന്ന, ധർമ്മം കൊണ്ട് പ്രകാശിക്കുന്ന ആള് എന്നൊക്കെയാണ്. ധർമ്മത്തെ പരീക്ഷിക്കുന്ന ആള് എന്നും അർത്ഥാവാം. വൃഷഭ, വൃഷഭ, വൃഷാഹി, വൃഷഭ. ആ വൃഷഭ എന്നുള്ളത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ വൃഷഭായ എന്ന് വരും. വൃഷഭായ നമ, വൃഷഭായ, വൃഷാഹി വൃഷഭ, അത് വൃഷഭോ, വൃഷാഹി വൃഷഭോ. പിന്നെ അടുത്തത് വിഷ്ണു എന്നാണ്. വിഷ്ണു എന്നുള്ള അർത്ഥം വരാനുള്ള കാരണം വ്യാപനശീലത്വം ഉള്ളത് കൊണ്ടാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്ന, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ആള് എന്നുള്ള അർത്ഥം. അപ്പൊ വിഷ്ണു എന്നുള്ളത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ വിഷ്ണവേ നമ എന്ന് വരും. വിഷ്ണു എന്നുള്ളത് ഉകാരാന്തം, അതിന്റെ ചതുർത്ഥി വിഷ്ണവേ എന്ന് വരും. അപ്പൊ വിഷ്ണവേ നമ എന്നാണ് നാമാവലി വരിക. അപ്പൊ വൃഷാഹിണേ നമ, വൃഷഭായ നമ, വിഷ്ണവേ നമ, അങ്ങനെ നാമങ്ങൾ വരും. അടുത്തത് വൃഷപർവ. വൃഷപർവ അത് വൃഷപർവണേ എന്നാണ് വരിക. പർവ, വൃഷപർവണേ നമ എന്നാണ് രൂപം വരിക. അതും ഇതേപോലെ തന്നെ നകാരാന്തായിട്ടുള്ള രൂപമാണ്. പിന്നെ അത് ഈ ധർമ്മം എന്നാണല്ലോ വൃഷ ശബ്ദത്തിന്റെ അർത്ഥം വരിക. ആ ധർമ്മത്തിൻ്റെതായിട്ടുള്ള വഴികള്, വഴി എന്ന് പറഞ്ഞൂടാ, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആ ധർമ്മത്തിന്റെ അതായിട്ടുള്ള മാർഗം പറഞ്ഞു കൊടുത്തയാണ്. അല്ലെങ്കിൽ ഈ കയറി പോകാനാണെങ്കിൽ പടികള്, ആ പടികള് കൊടുത്തയാള് എന്നൊക്കെയുള്ള അർത്ഥമാണ് വൃഷപർവ എന്നുള്ളതിന്. അപ്പൊ വൃഷപർവണേ നമ എന്നാണ് രൂപം വരിക. നകാരാന്തം വൃഷപർവണേ നമ. അപ്പൊ വൃഷാഹിണേ നമ, വൃഷഭായ നമ, വിഷ്ണവേ നമ, വൃഷപർവണേ നമ എന്ന് രൂപം. അടുത്തത് വൃഷോദര എന്നാണ്. വൃഷോദര അതും അകാരാന്താണ്. അത് അകാരാന്തമായിട്ടുള്ള രൂപമാണ് വൃഷോദര. അത് വൃഷോദരായ നമ. അപ്പൊ വൃഷം ഉദരമായിട്ടുള്ള ആള്, ധർമ്മം ആണല്ലോ വൃഷം. ആ ധർമ്മം എന്നുള്ളത് ഉദരഭാഗമായിട്ടുള്ള ആള്. ഉദരഭാഗം എന്ന് പറഞ്ഞാല് പിന്നെ ഉദരഭാഗം വരിക പൊതുവെ ശരീരത്തിന്റെ നടുക്കാണല്ലോ. അപ്പൊ അതിന്റെ മധ്യഭാഗമായിട്ട് ധർമ്മം വരുന്നത്. അപ്പം ധർമ്മം ഏറ്റവും നടുക്ക് വരുന്നതിനർത്ഥം. അപ്പൊ ധർമ്മം പ്രധാനമായിട്ട് ഉള്ള ആള് എന്നൊക്കെ ഉള്ള അർത്ഥമായിട്ട് വരും. അപ്പം വൃഷോദര അത് അകാരാന്തായിട്ടുള്ള രൂപം, വൃഷോദരായ നമ എന്ന് രൂപം. അപ്പം വൃഷാഹിണേ നമ, വൃഷഭായ നമ, വിഷ്ണവേ നമ, വൃഷപർവണേ നമ, വൃഷോദരായ നമ. അടുത്തത് വർധന. വർധന, വർധന എന്നുള്ളതിന്റെ നമുക്കറിയുന്ന അർത്ഥം തന്നെയാണ് വർദ്ധിക്കുക എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ്. പോഷിപ്പിക്കുക, വർദ്ധിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. അങ്ങനെ പോഷണത്തെ ചെയ്യുന്നയാള്, വർദ്ധിക്കുന്നയാള്, വർധനത്തെ ഉണ്ടാക്കുന്നയാള് എന്നൊക്കെ അർത്ഥം. വർധന എന്നുള്ളത് അകാരാന്താണ്. അപ്പൊ വർധനായ നമ എന്ന് വരും. വർധനായ നമ, വർധനായ നമ, വർധന. അടുത്തത് വർദ്ധമാനായ എന്നാണ് അടുത്ത വരിക. അപ്പൊ വർദ്ധമാന എന്നാണ് രൂപം. അതിന്റെ നാമം വരുന്ന സമയത്ത് ചതുർത്ഥിയായിട്ട് വരുമ്പോൾ വർദ്ധമാന എന്നുള്ളത് അകാരാന്താണ്. വർദ്ധമാനായ നമ എന്ന് വരും. അപ്പൊ വർദ്ധനായ നമ, വർദ്ധമാനായ നമ.
വർദ്ധമാനൻ എന്നുള്ള വാക്കിനും ഇപ്പൊ ഈ വർധന എന്ന് പറഞ്ഞതിന്റെ വേറൊരു രൂപമാണ് വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥം തന്നെ. വളരുന്ന ആള് എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് ഏകദേശം അതിനും വരുന്നത്. ഇപ്പൊ വർദ്ധനോ, വർദ്ധന, വർദ്ധനായ നമ, വർദ്ധമാനായ നമ. അടുത്തത് വിവിക്തത എന്നുള്ള പദമാണ്. വിവിക്തത, വിശേഷേണ വിക്തത. വിവിക്തത അത് രണ്ടായിട്ട് മാറിയ ആള് അല്ലാത്തയാൾ. വിക്തൻ ആകുമ്പോ രണ്ടായിട്ട് തിരിഞ്ഞാന്നൊക്കെ അർത്ഥം. അപ്പൊ വിവിക്തനാകുമ്പോ പിന്നെ വേറൊരാള് പറയാനില്ല, ഒരാള് വേറൊരാള് എന്ന് പറയാനില്ല. അപ്പൊ രണ്ട് ഇല്ല, അദ്വിതീയൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് വിവിക്തത എന്നുള്ളതിന്. അദ്വിതീയനായിട്ടുള്ള ആള്, അതും അകാരാന്താണ്. അപ്പൊ വിവിക്തതായ നമ എന്ന രൂപം. വർദ്ധനായ നമ, വർദ്ധമാനായ നമ, വിവിക്തതായ നമ. വിവിക്തത, വിവിക്തത, അത് വിവിക്തതായ എന്ന രൂപം കിട്ടും. അടുത്തത് ശ്രുതി സാഗര എന്നുള്ള രൂപം. ശ്രുതി സാഗര. ശ്രുതി ശരി എന്നൊക്കെ ഈ എവിടെയാണോ ഏത് ആ സമുദ്രം ആരാണോ അതാണ് ശ്രുതിസാഗര. ശ്രുതികളൊക്കെ നമ്മെ കൊണ്ട് എത്തിക്കുന്നതായിട്ടുള്ള സമുദ്രമായിട്ടുള്ള ആള്, അതാണ് ശ്രുതിസാഗര. പദകാരാന്തായിട്ടുള്ള രൂപമാണ് ശ്രുതിസാഗരായ നമ എന്ന് രൂപം കിട്ടും. അപ്പോ വൃഷാഹിണേ നമ, വൃഷഭായ നമ, വിഷ്ണവേ നമ, വൃഷപർവണേ നമ, വൃഷോദരായ നമ, വർദ്ധനായ നമ, വർദ്ധമാനായ നമ, വിവിക്തതായ നമ, ശ്രുതിസാഗരായ നമ. അങ്ങനെയാണ് നാമാവലി വരിക. വൃഷാഹി വൃഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗര. അപ്പൊ അങ്ങനെയാണ് 28ാമത്തെ ശ്ലോകം വരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് 29ാമത്തെ ശ്ലോകമാണ്. അതും കൂടി ഇന്ന് തന്നെ നോക്കാം. സുഭുജ, ദുർധര, സുഭുജ, ദുർധര, ദുർധര. ചൊല്ലുമ്പോ സുഭുജ എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് മാറും. അപ്പൊ സുഭുജോ ദുർധര എന്നാവും. ആ ദുർധര എന്നുള്ളതും വിസർഗം ഓകാരാവും. സുഭുജോ ദുർധരോ. അടുത്തത് വാഗ്മി എന്നുള്ള രൂപമാണ്. വാഗ്മി. സുഭുജോ ദുർധരോ, ദുർധര ദുർധരോ ആയി. സുഭുജോ ദുർധരോ വാഗ്മി. അടുത്തത് മഹേന്ദ്ര. മഹേന്ദ്ര, അത് മഹേന്ദ്രോ എന്നായി മാറും. മഹേന്ദ്ര, മഹേന്ദ്രോ. അടുത്തത് വസുധ. വസുധ, ആ വിസർഗം ഓകാരായിട്ട് വസുധോ എന്നാവും. മഹേന്ദ്രോ വസുധോ. അടുത്തത് വസു എന്നാണ്. അവിടെ വിസർഗം ഇല്ല. ചിലതിലൊക്കെ വിസർഗമായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ നമ്പൂരി തിരുത്തി തന്നതില്, കൽപ്പന നമ്പൂരി തിരുത്തി തന്നതില് വസു എന്നുള്ളതിൽ വിസർഗം ഇല്ലാണ്ടാണ് തിരുത്തി തന്നിട്ടുള്ളത്. അപ്പൊ വസു, മഹേന്ദ്രോ വസുധോ വസു. പിന്നെ ഇത് പക്ഷവ്യത്യാസമൊക്കെ ഉണ്ടാവും. അടുത്തത് നൈകരൂപ. നൈകരൂപ, അവിടെ വിസർഗം ഓകാരായിട്ട് നൈകരൂപോ എന്നാണ്. പിന്നെയുള്ളത് ബൃഹദ്രൂപ. ബൃഹ ദ്രൂനവും. ബൃഹദ്രൂപ, ആ വിസർഗം ഓകാരാകുമ്പോ ബൃഹദ്രൂപ എന്നുള്ളത് ബൃഹദ്രൂപോ എന്നാണ്. അല്ല, നൈകരൂപ ബൃഹദ്രൂപ എന്ന് തന്നെ വരുള്ളൂ. അടുത്ത പദം ശിവിവിഷ്ടയാണല്ലോ. അതുകൊണ്ട് ആ ബൃഹദ്രൂപ എന്നുള്ള വിസർഗം ശകാരായിട്ടാണ് മാറുക. ശകാരായിട്ട് മാറും. അപ്പോ ശിബിവിഷ്ട,
ബൃഹദ്രൂപ ശിപിവിഷ്ട എന്ന് കൂടി വരും. ശിപിവിഷ്ട. നൈകരൂപോ ബൃഹദ്രൂപ ശിപിവിഷ്ട. പിന്നെയുള്ളത് പ്രകാശന. പ്രകാശന. ശിപിവിഷ്ട പ്രകാശന. ശിപിവിഷ്ട എന്നുള്ള വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം. അത് കൂടിച്ചേരില്ല. പ്രകാശന എന്നുള്ളതിന്റെ കൂടെ കൂടിച്ചേരില്ല. വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശിപിവിഷ്ട പ്രകാശന നൈകരൂപോ ബൃഹദ്രൂപ ശിപിവിഷ്ട പ്രകാശന എന്ന് കിട്ടും. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അത് തന്നെ സുഭുജ എന്നാ വരിക. സുഭുജ. ഭുജ എന്ന് പറഞ്ഞാല് വാക്കിന്റെ അർത്ഥം ഭുജം. നമുക്ക് മലയാളത്തിലൊക്കെ അറിയാലോ. ഭുജം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. സുഭുജ നല്ല സുഷ്ഠുവായിട്ടുള്ള ഭുജത്തോടു കൂടിയ ആള്, അതാണ് സുഭുജ. നല്ല കൈയോട് കൂടിയ ആള്. നല്ലത് എന്ന് പറഞ്ഞാൽ ഗാംഭീര്യമുള്ള കൈകളോട് കൂടിയ ആള് എന്നർത്ഥം. അപ്പൊ സുഭുജ എന്നുള്ളത് അകാരാന്താണ്. സുഭുജായ നമ എന്ന് ചതുർത്ഥി വരും. അതാണ് നാമാവലിക്ക് സുഭുജായ നമ എന്ന് വരും. സുഭുജ. ദുർധര. ദുർധര ധരിക്കാൻ ദുർ ആയിട്ടുള്ള ആൾ. ധരിക്കുക എന്ന് പറഞ്ഞാല് പല അർത്ഥമുണ്ട്. രണ്ടു തരത്തിൽ അർത്ഥം പറയാം. മനസ്സിലാക്കുക എന്നൊരർത്ഥം. ആ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആൾ എന്നൊരു അർത്ഥം. ആ മഹാവിഷ്ണുവിന്റെ സഹസ്രനാമാകുമ്പോ മഹാവിഷ്ണുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലും ദുർധര എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ധരിക്കാൻ പ്രയാസമുള്ളതെന്ന് വേറൊരർത്ഥത്തില് വേറൊരർത്ഥത്തിലും കൂടി പറയും. പിടിച്ചു നിൽക്കാൻ പ്രയാസമുള്ള. അതുപോലെ തന്നെ വേറെ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒക്കെ ഒന്നിനും താങ്ങാൻ പറ്റാത്തയാൾ. ഒന്നിനെയും താങ്ങാൻ പറ്റാത്തയാളെന്നല്ല, ഒന്നിനും താങ്ങാൻ പറ്റാത്തയാൾ. ഈ മഹാവിഷ്ണു സ്വരൂപത്തെ താങ്ങാനുള്ള കഴിവ് ഒന്നിനും ഇല്ല. അത് മഹാവിഷ്ണുവിന് തന്നെ സാധിക്കുള്ളൂ എന്നർത്ഥം. അങ്ങനെ ദുർധര. അപ്പം ധരിക്കാൻ പ്രയാസമുള്ള ആള്, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആള്, താങ്ങാൻ പ്രയാസമുള്ള ആള് എന്നൊക്കെയുള്ള അർത്ഥം കിട്ടും. ദുർധര. അതായത് പ്രതിരോധിക്കാൻ പ്രയാസമുള്ള എന്നൊരു അർത്ഥവും കൂടി വേണമെങ്കിൽ എടുക്കാം. ദുർധര. അപ്പോ ദുർധര എന്നുള്ളത് അകാരാന്താണ്. ദുർധരായ നമ എന്ന് വരും. സുഭുജ എന്നുള്ളത് സുഭുജായ നമ. ദുർധര എന്നുള്ളത് ദുർധരായ നമ. പിന്നെ വാഗ്മി എന്നാണ് വരിക. വാഗ്മി. 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 അത് നകാരം. അതായത് വാഗ്മിനേ എന്ന് കിട്ടും. വാഗ്മിനേ നമ. അതാണ് ചതുർത്ഥി വരിക. നാമാവലി വരുമ്പോൾ അത് തന്നെ വാഗ്മിനേ നമ. അപ്പോ വാഗ്മി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ പ്രയോഗിക്കാറുണ്ടാവും. നല്ല വാഗ്മിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളമായിട്ട് നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആള് എന്നർത്ഥം. ഇവിടെ വാഗ്മിത്വം എന്ന് പറഞ്ഞാല് നല്ല നല്ല വാക്കുകൾ പറയുന്ന എന്നൊക്കെ അർത്ഥം. സ്തുതിക്ക് യോഗ്യമായിട്ടുള്ള തരത്തിലുള്ള വാക്കുകളെ പറയാൻ സാധിക്കുന്നയാള് എന്നൊക്കെ അർത്ഥം. അതുപോലെ തന്നെ വാക്കുകൾ ശക്തമായിട്ടുള്ള വാക്കുകളായിരിക്കും അങ്ങനെയുള്ള വാക്കുകളോട് പറയുന്നയാള്. പിന്നെ ഈ ഏറ്റവും ശക്തമായിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ആ വേദങ്ങളൊക്കെ എവിടുന്നാണ് ഉണ്ടായത്, ആ വേദങ്ങളൊക്കെ ഉദ്ഭവം എവിടുന്നാണോ ഉണ്ടായത് അദ്ദേഹം എന്നൊക്കെയുള്ള അർത്ഥമാണ് വാഗ്മി എന്നുള്ളതിന് കിട്ടുക. അപ്പൊ വാഗ്മി എന്നുള്ളത് വാഗ്മിനേ നമ എന്ന് കിട്ടും. അപ്പൊ സുഭുജായ നമ, ദുർധരായ നമ, വാഗ്മിനേ നമ. അടുത്തത് മഹേന്ദ്ര എന്നുള്ള പദം. മഹാ ഇന്ദ്ര. അതാണ് മഹേന്ദ്ര. ഇന്ദ്രൻ. മഹാ ഇന്ദ്രൻ. ഇന്ദ്രന്മാരുടെ ഇന്ദ്രൻ, അല്ലെങ്കിൽ മഹാനായിട്ടുള്ള ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവായിട്ട് വരും. അപ്പൊ ഇന്ദ്രനും അതുപോലെ മറ്റു ദേവന്മാരും അവരുടെയൊക്കെ ദൈവമായിട്ടുള്ള ആളാണ് മഹേന്ദ്രൻ. മഹേന്ദ്ര എന്നുള്ളത് അകാരാന്താണ്. അപ്പൊ അതിന്റെ ചതുർത്ഥി മഹേന്ദ്രായ എന്ന് വരും. അപ്പൊ നാമാവലി വരുമ്പോ മഹേന്ദ്രായ നമ എന്ന് വരും. അടുത്തത് നൈകരൂപ.
ന ഏകരൂപ, ഏകരൂപം അല്ലാത്തയാൾ. ന ഏകരൂപ, ഏകരൂപം അല്ലാത്തയാൾ, അതാണ് നൈകരൂപ. അപ്പൊ ധാരാളം രൂപങ്ങളുള്ള എന്നുള്ള ഒരർത്ഥം കിട്ടും. മഹേന്ദ്രോ കഴിഞ്ഞിട്ട് വസുധ എന്നാണ് അല്ലെ. മഹേന്ദ്ര എന്ന് കഴിഞ്ഞിട്ട് വസുധ. മഹേന്ദ്രോ, മഹേന്ദ്ര, അത് മഹേന്ദ്രോ എന്നായി മാറും. മഹേന്ദ്രായ എന്ന രൂപം. അടുത്തത് വസുധ. വസുവിനെ ദാനം ചെയ്യുന്നയാളാണ് വസുധ. വസു എന്ന് പറഞ്ഞാൽ സമ്പത്തുക്കൾ എന്നൊക്കെ പറയാം. ഐശ്വര്യം എന്നൊക്കെ ഉള്ള അർത്ഥം. ആ ഐശ്വര്യത്തെ ദാനം ചെയ്യുന്നയാള്, അതാണ് വസുധ. അകാരാന്തായിട്ടുള്ള രൂപമാണ്. വസുദായ നമ എന്ന രൂപം കിട്ടും. ചതുർത്ഥിയായിട്ട് വരിക വസുദായ എന്നാണ്. വസുദായ നമ. അപ്പൊ സുഭുജായ നമ, ദുർധരായ നമ, വാഗ്മിനേ നമ, മഹേന്ദ്രായ നമ, വസുദായ നമ. അടുത്തത് വസു എന്നുള്ള രൂപമാണ്. ഈ പിന്നെ ചില പുസ്തകങ്ങളിലൊക്കെ വസു എന്ന് വിസർഗമായിട്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന പുസ്തകത്തില് വസവേ നമ എന്നാണ് കാണുക. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് തിരുത്തി തന്നിട്ടുള്ളത് വസു എന്ന് വിസർഗം ഇല്ലാണ്ടുള്ള രൂപമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതവിടെ വസുനേ നമ എന്നാണ് രൂപമായിട്ട് വരിക. വസു, വസുനി, വസൂനി. അപ്പൊ നകാരാന്തായിട്ടുള്ള രൂപം വന്നിട്ട് വസുനേ എന്ന് ചതുർത്ഥി വരും. അപ്പൊ വസുനേ നമ എന്നാണ് നാമം ആയിട്ട് വരുമ്പോ, നാമാവലിയായിട്ട് വരുമ്പോ വരിക. വസുനേ നമ. അപ്പൊ വസു എന്നുള്ള വാക്കിനും അർത്ഥം നമ്മളിപ്പോ പറഞ്ഞല്ലോ. പിന്നെ സമ്പത്ത് എന്നൊക്കെ, സ്വയം സമ്പത്തായിട്ടുള്ള ആള്, അതാണ് വസു എന്ന് പറഞ്ഞാൽ ഐശ്വര്യാണ്, സമ്പത്താണ്. അപ്പൊ സമ്പത്ത് തന്നെയായിട്ടുള്ള ആള്, സ്വയം തന്നെ സമ്പത്താണ്, അങ്ങനെയുള്ള ആള് എന്നർത്ഥം. അതാണ് വസു. അടുത്തതാണ് നൈകരൂപ. ഏകരൂപം അല്ലാത്തയാൾ, ധാരാളമായിട്ടുള്ള രൂപങ്ങളോട് കൂടിയ. എത്ര രൂപം എന്നറിയില്ല. അപ്പം അതുകൊണ്ട് അനന്തമായിട്ടുള്ള രൂപങ്ങളുള്ള ആള് എന്ന് പറയാം. വിശ്വരൂപം ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, ധാരാളമായിട്ടുള്ള പല പല തരത്തിലുള്ള രൂപങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് നൈകരൂപ. ഒരു രൂപമല്ല, എത്രയോ രൂപങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പൊ നൈകരൂപ അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. നൈകരൂപായ എന്ന് ചതുർത്ഥി. നാമാവലി വരുമ്പോൾ നൈകരൂപായ നമ എന്ന് വരും. അടുത്തത് ബൃഹദ്രൂപ. ബൃഹത്ത് ആയിട്ടുള്ള രൂപത്തോടു കൂടിയ, വലിയ രൂപത്തോടു കൂടിയ ആള് എന്നർത്ഥം. വലിയ രൂപത്തോടു കൂടിയ ആള്, അതാണ് ബൃഹദ്രൂപ. രൂപ എന്നുള്ളത് അകാരാന്താണ്. രൂപായ എന്ന് വരും. ബൃഹദ്രൂപായ നമ. ബൃഹദ്രൂപായ നമ. ബൃഹദ്രൂപായ നമ എന്നാണ് നാമാവലി വരുമ്പോ വരിക. പിന്നെ എന്താ ശിപിവിഷ്ട. ശിപിവിഷ്ട. ശിപിവിഷ്ട അത് ഈ പ്രകാശം വരുന്ന ഇതല്ലേ, എന്താ, രശ്മികൾ, കിരണങ്ങൾ. ആ രശ്മികളിലൂടെ വ്യാപിക്കുന്നയാൾ എന്നർത്ഥം. അതിലൂടെയാണ് എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുക. കിരണങ്ങളിലൂടെ എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുന്നയാൾ എന്നുള്ള ഒരർത്ഥം. അതാണ് ശിപിവിഷ്ട. അല്ലെങ്കിൽ ആ പ്രകാശരശ്മികളിലേക്ക് വ്യാപിക്കുന്നയാൾ, അങ്ങനെ അർത്ഥാവാം. ഏതായാലും ഈ ഒരർത്ഥം ശിപിവിഷ്ട. അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. ശിപിവിഷ്ടായ എന്ന് വരും. ശിപിവിഷ്ടായ നമ. അടുത്തത് പ്രകാശന. പ്രകാശന, പ്രകാശത്തെ നയിക്കുന്ന, പ്രകാശത്തിലേക്ക് നയിക്കുന്ന എന്നൊക്കെ അർത്ഥം. പ്രകാശം നയതി, പ്രകാശന. ഭക്തന്മാർക്കൊക്കെ സ്വന്തമായിട്ട് പ്രകാശത്തെ കൊടുക്കുന്നയാള്, അല്ലെങ്കിൽ പ്രകാശമായിട്ട് അവരുടെ മുന്നിലൊക്കെ പ്രതിഷ്ഠപ്പെടുന്നയാള്, പ്രകാശമായിട്ട് രൂപം മാറുന്നയാള് എന്നൊക്കെ അർത്ഥം. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നയാള് എന്നൊക്കെ അർത്ഥം. പ്രകാശത്തിലേക്ക് നയിക്കുന്നയാള് പ്രകാശന. അകാരാന്തായിട്ടുള്ള രൂപമാണ്. പ്രകാശനായ നമ എന്ന് നാമാവലി വരും. പ്രകാശനായ നമ. അപ്പൊ അവിടെ സുഭുജായ നമ, ദുർധരായ നമ, വാഗ്മിനേ നമ, മഹേന്ദ്രായ നമ, വസുദായ നമ, വസുനേ നമ, നൈകരൂപായ നമ, ബൃഹദ്രൂപായ നമ, ശിപിവിഷ്ടായ നമ, പ്രകാശനായ നമ. ഇതിനാണ് നാമങ്ങൾ വരിക. സുഭുജോ ദുർധരോ വാഗ്മി, മഹേന്ദ്രോ വസുദോ വസു,
മൈകരൂപോ ബൃഹദ്രൂപശ്ചിപിവിഷ്ട പ്രകാശന സുഭുജോ ദുർധരോ വാഗ്മീ സുഭുജോ ദുർധരോ വാഗ്മീ സുഭുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുദോ വസു മഹേന്ദ്രോ വസുദോ വസു മഹേന്ദ്രോ വസുദോ വസു മൈകരൂപോ ബൃഹദ്രൂപ മൈകരൂപോ ബൃഹദ്രൂപ മൈകരൂപോ ബൃഹദ്രൂപ ശിപിവിഷ്ട പ്രകാശന ശിപിവിഷ്ട പ്രകാശന ശിപിവിഷ്ട പ്രകാശന. ഇന്നത്തെ 2 ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വൃഷാഹി വൃഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുദോ വസു മൈകരൂപോ ബൃഹദ്രൂപശിപിവിഷ്ട പ്രകാശന. ആയിക്കോട്ടെ, നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇത് നിർത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും